ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ SCRT ക്ലാസ്സസ് വൻകരകളും സമുദ്രങ്ങളും എന്നതിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നേരത്തെ നമ്മൾ ഏഷ്യയെക്കുറിച്ചും ആഫ്രിക്കയെക്കുറിച്ചും പറഞ്ഞായിരുന്നു. ഇന്ന് ബാക്കിയുള്ള വൻകരകളും സമുദ്രങ്ങളും കൂടി നമുക്ക് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓർഡറിൽ പറഞ്ഞു: ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇങ്ങനെ 7 വൻകരകളാണുള്ളത്. പറഞ്ഞാൽ ഏറ്റവും വലുത് ഏഷ്യയും ഏറ്റവും ചെറുത് ഓസ്ട്രേലിയയുമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏഷ്യയെക്കുറിച്ചിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വൈസസ് ഉള്ളത് പറഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് വടക്കേ അമേരിക്കയെക്കുറിച്ചിട്ടാണ്. വടക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വടക്കേ അമേരിക്ക എവിടെയാണ്? പസഫിക്കിൻ്റെയും അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് വടക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3-ാം സ്ഥാനത്താണ്. ഒന്നാമത് ഏഷ്യ, രണ്ടാമത് ആഫ്രിക്ക, 3-ാം സ്ഥാനത്താണ് എന്തുള്ളത്? വടക്കേ അമേരിക്ക ഉള്ളത്. ആസ്ല പർവ്വതനിരയിലെ മാക്കിൻലിയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്താണ്? മാക്കിൻലിയാണ്. ലോകത്ത് ലഭ്യമായ ഉപരിതല ശുദ്ധജലത്തിൻ്റെ ഏകദേശം 21% ഉൾക്കൊള്ളുന്നത് വടക്കേ അമേരിക്കയിലാണ്. 5 മഹാതടാകങ്ങൾ ഇവിടെയുണ്ട്. മഞ്ഞുമൂടി കിടക്കുന്ന പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ, അതായത് എക്സിമോകൾ ഇവിടുത്തെ പ്രത്യേകതയാണ്. അപ്പോൾ എക്സിമോകൾ ഏത് വൻകരയിലെ പ്രത്യേകതയാണ് എന്ന് ചോദിച്ചാൽ അത് വടക്കേ അമേരിക്കയിലേതാണ്. കാലാവസ്ഥയും മണ്ണും കൃഷിക്ക് അനുയോജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ്. അമേരിക്കയിലെ ഗോതമ്പ് പാടം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോതമ്പ് പാടം ഉള്ളത് വടക്കേ അമേരിക്കയിലാണ്. ഇന്യൂട്ട് വംശജർ, അതായത് എക്സിമോകൾ എന്താണ്? മഞ്ഞ് കൊണ്ടുള്ള വീടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സിമോകൾ എന്ന് പറയുന്നത്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന വടക്കൻ ധ്രുവ പ്രദേശത്ത് താമസിക്കുന്ന ഇന്യൂട്ടുകൾ, എക്സിമോകൾ തണുപ്പ് കാലത്ത് താൽക്കാലികമായി മഞ്ഞുകൊട്ടകൾ കൊണ്ട് വീടുണ്ടാക്കാറുണ്ട്. ഈ വീടുകൾ ഇഗ്ലു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചമഹാതടാകങ്ങൾ വടക്കേ അമേരിക്കയിലെ കാനഡ, USA എന്നീ രാജ്യങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് പഞ്ചമഹാതടാകങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? കാനഡയിലും US-ലുമായിട്ടാണ് ഈ പഞ്ചമഹാതടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഈ 5 തടാകങ്ങൾ? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നിവയാണ് ഈ പഞ്ചമഹാതടാകങ്ങൾ എന്ന് പറയുന്നത്. ഇനി വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നദികളാണ് മിസോറി, മിസിസിപ്പി, അതുപോലെ ഒഹിയോ, സെന്റ് ലോറൻസ്, മെക്കൻസി, കൊളറാഡോ എന്നിവ വടക്കേ അമേരിക്കയിലെ പ്രധാന നദികളാണ്. വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതനിരയിൽ നമ്മൾ ഏറ്റവും വലിയ പർവ്വതനിര ഏതാണെന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ഏറ്റവും വലിയ പർവ്വതനിരയാണ് മെക്കൻസി എന്ന് പറയുന്നത്. അതുകൂടാതെ ബ്രൂക്സ്, റോക്കീസ്, ബ്ലൂ റിഡ്സ്, കാസ്കേഡ് എന്നിവ വടക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വത നിരകളാണ്. അതിൽ നമ്മൾ റോക്കീസ് പർവ്വതനിരയെക്കുറിച്ചും നമ്മൾ കാലിക വാതകങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വടക്കേ അമേരിക്കയിലെ പ്രധാന പീഠഭൂമികളാണ് കൊളംബിയ, ചൂക്ലി, കൊളറാഡോ എന്നിവ. അതുപോലെ പ്രധാന മരുഭൂമികളാണ് ഗ്രേറ്റ് ബാസിൻ, സൊണോറൽ, കൊളറാഡോ, സ്മോക്ക് ക്രീക്ക് എന്നിവ വടക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട മരുഭൂമികളാണ്. അപ്പോൾ വടക്കേ അമേരിക്കയിൽ നമ്മൾ പറഞ്ഞു ഈ പഞ്ചമഹാതടാകങ്ങൾ എവിടെയൊക്കെ ആയിട്ടാണ് ഉള്ളത് എന്നാണ് പറഞ്ഞത്. വടക്കേ അമേരിക്കയിലെ US-ലും കാനഡയിലുമാണ്. US-ലും കാനഡയിലുമാണ്. അപ്പോൾ ഈ വടക്കേ അമേരിക്കയിലെ US സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. വലുപ്പത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ 3-ാമത്തെ രാജ്യമാണ് USA എന്ന് പറയുന്നത്. അപ്പോൾ വലുപ്പത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ 3-ാം രാജ്യം ഏതാണ്? അത് USA ആണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഭൂമിയിലെ 5 കാലാവസ്ഥാ മേഖലകളുള്ള ഒരേ ഒരു രാജ്യം കൂടിയാണ് അമേരിക്ക. രാഷ്ട്രത്തലവന് പ്രസിഡന്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ശക്തമായ ഉന്നതമായ വിദ്യാഭ്യാസ സമ്പ്രദായമുള്ള
രാജ്യം കൂടിയാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി കൂടിയാണത്. സാമ്പത്തിക ശക്തികൾ കൂടിയാണത്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത്. അമേരിക്കൻ ഭരണഘടന എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ജോർജ് വാഷിങ്ടൺ എന്ന് പറയുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയെ പറയുന്ന പേരാണ് വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. വാഷിങ്ടൺ DC-യിലെ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അമേരിക്കയിലെ അടിമത്തം നിർത്തലാക്കിയ രാഷ്ട്രപതിയാണ് എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ആഫ്രോ അമേരിക്കൻ രാഷ്ട്രപതിയാണ് ബറാക് ഒബാമ എന്ന് പറയുന്നത്. ലോകത്തിലെ ചലച്ചിത്ര തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹോളിവുഡാണ്. ഹോളിവുഡാണ് ലോകത്തിലെ ചലച്ചിത്ര തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളാണുള്ളത്. എത്ര സംസ്ഥാനങ്ങളാണ്? 50 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. അടുത്തത് കാനഡ. ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യം. അപ്പോൾ റഷ്യ, അത് കഴിഞ്ഞ് ഏതാണ് അടുത്തത് വരുന്നത്? കാനഡ, പിന്നെ US. അപ്പോൾ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണ് കാനഡ എന്ന് പറയുന്നത്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം. അപ്പോൾ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് കാനഡ. ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യമാണ്. 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യമാണ് കാനഡ. കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സെന്റ് ലോറൻസ് ആണ്. കാനഡയുടെ മാതാവ് എന്നറിയപ്പെടുന്ന നദിയാണ് സെന്റ് ലോറൻസ്. നദിയാണ് സെന്റ് ലോറൻസ് എന്ന് പറയുന്നത്. കാനഡയുടെ രാഷ്ട്രത്തലവനാണ് ബ്രിട്ടീഷ് രാജാവ്. രാഷ്ട്രത്തലവൻ ആരാണ്? ബ്രിട്ടീഷ് രാജാവാണ്. അടുത്തത് മെക്സിക്കോ. അപ്പോൾ വടക്കേ അമേരിക്കയിലെ മറ്റൊരു രാജ്യമാണ് മെക്സിക്കോ എന്ന് പറയുന്നത്. ഈ മെക്സിക്കോയിലാണ് ആദ്യമായിട്ട് ഹരിത വിപ്ലവം ആരംഭിച്ചത്. ലോകത്തിൻ്റെ തന്നെ സമ്പന്നശാല എന്നറിയപ്പെടുന്നത് മെക്സിക്കോയാണ്. പപ്പായയുടെ, അതുപോലെ വാനില, ചോളം, പേരക്ക, മധുരക്കിഴങ്ങ് എന്നിവയുടെ എല്ലാം ജന്മദേശം ഈ മെക്സിക്കോ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും പഴയ പിരമിഡായ പിരമിഡ് ഓഫ് ചോളുല ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതും മെക്സിക്കോയിലാണ്. അവിടെ കാണപ്പെടുന്ന ഒരു ഗോത്രവർഗമാണ് ആസ്ടെക്കുകൾ എന്ന് പറയുന്നത്. അവർ കാണപ്പെടുന്നത് ആകെ എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് മെക്സിക്കോയിലാണ്. അടുത്തത് തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയുടെ സ്ഥാനം എന്ന് പറയുന്നത് വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ്. വലിപ്പത്തിൽ 4ാം സ്ഥാനമാണ് തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് തെക്കേ അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് വടക്കേ അമേരിക്ക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? തെക്കേ അമേരിക്ക എന്ന് പറയുന്നത്. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ് ഞാനിപ്പോൾ വായിക്കുന്നത്. വലിപ്പത്തിൽ 4ാം സ്ഥാനം മൗണ്ട് അക്കോങ്കുവ യാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഏതാണ്? മൗണ്ട് അക്കോങ്കുവ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. അപ്പോൾ നമ്മൾ നദിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും നീളമുള്ള നദി നെയിലാണ്. അത് ആഫ്രിക്കയിലാണെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും ജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി, ഏറ്റവും വലിയ നദി എന്നൊക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ അത് ആമസോൺ നദിയാണ്. അത് എവിടെയാണുള്ളത് ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദി തടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. ഇവിടുത്തെ തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ് എന്ന് പറയുന്നത് കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നത്. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു സസ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു നിർക്കും. മരച്ചീനി, നാടനല്ല, നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന മരച്ചീനി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ളവയല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. അപ്പോൾ മരച്ചീനിയുടെ ജന്മദേശം ഏതാണ്? തെക്കേ അമേരിക്കയാണ്. അതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്നുള്ളവയാണ്. ഓക്കെ, അപ്പോൾ തെക്കേ അമേരിക്കയിലെ പ്രധാനപ്പെട്ട നദിയാണ് ആമസോൺ. നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ നദി എന്ന് പറഞ്ഞു. അവിടെയാണ് എന്ത് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു? പിരാന കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുകൂടാതെ മഡെയ്റ, നെഗ്രോ, പരാന എന്നിവയെല്ലാം തെക്കേ അമേരിക്കയിലെ പ്രധാന നദികളിൽ പെടുന്നവയാണ്. അതുപോലെ പ്രധാന പർവ്വതനിരകൾ നമ്മൾ പറഞ്ഞപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ
പർവ്വതം നിര അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് അക്കോങ് ഗുവ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, അക്വാൻ ഗോവ എന്ന് പറഞ്ഞു. അതുകൂടാതെ ആൻഡീസ്, നെവാഡോ, ചിംബോർസോ എന്നിവയും തെക്കേ അമേരിക്കയിലെ പ്രധാന പർവ്വതങ്ങളാണ്. പ്രധാന പീഠഭൂമിയാണ് അറ്റഗാമ. അറ്റഗാമ പീഠഭൂമി എവിടത്തെയാണ് എന്ന് ചോദിച്ചാൽ അത് തെക്കേ അമേരിക്കയിലാണ്. നമ്മൾ അറ്റഗാമ മരുഭൂമി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അറ്റഗാമ പീഠഭൂമി മരുഭൂമിയൊക്കെ എവിടത്തെയാണ് എന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് എവിടത്തെയാണ്, തെക്കേ അമേരിക്കയിലാണ്. ഇത് കൂടാതെ പാറ്റഗോണിയ, മൊണ്ടെ എന്നിവയും തെക്കേ അമേരിക്കയിലെ മരുഭൂമികളാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ബ്രസീലാണ് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏഷ്യയിലെ ഏറ്റവും വലിയ രാജ്യം ചൈന, യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഉക്രൈനാണ്, ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? അൾജീരിയയാണ് പറഞ്ഞു. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വലുത് ചൈനയും ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം അൾജീരിയയുമാണ് പറഞ്ഞു. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? കാനഡയാണെന്ന് പറഞ്ഞു. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ആദ്യ ഭൗമ ഉച്ചകോടി നടന്നത് ഈ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ്. 1992 ഭൂമധ്യരേഖയും അതുപോലെ ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യമാണ് ബ്രസീൽ എന്ന് പറയുന്ന ഏക രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം കൂടിയാണ് ബ്രസീൽ എന്ന് പറയുന്നത്. ലോകത്തിലെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാന്റോസ് ആണ്. ഫുട്ബോൾ കൺട്രി എന്നറിയപ്പെടുന്നതും ഈ ബ്രസീൽ തന്നെയാണ്. വിസ്തീർണത്തിലും അതുപോലെ ജനസംഖ്യയിലും 5ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ബ്രസീൽ. എത്രാം സ്ഥാനം? 5ാം സ്ഥാനം. ആമസോൺ മഴക്കാടുകളുടെ 60% സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈ ബ്രസീലിലാണ്. അപ്പോൾ ആമസോൺ എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന മഴക്കാടുകൾ കൂടുതൽ 60% ഉള്ളത്? ബ്രസീലിലാണ് എന്ന് ഓർത്തു വെക്കുക. അർജന്റീന. അപ്പോൾ ഈ ബ്രസീൽ, അർജന്റീന ഒക്കെ എവിടത്തെയാണ്? തെക്കേ അമേരിക്കയിലാണ്. നമ്മൾ ഫുട്ബോൾ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ നല്ല പരിചിതമായ പേരുകളാണ് ഈ ബ്രസീൽ, അർജന്റീന എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എവിടെയാണ്? തെക്കേ അമേരിക്കയിലാണ്. ഈ അർജന്റീനയാണ് ചെഗുവേരയുടെ നാട് എന്നറിയപ്പെടുന്നത്. ചെഗുവേരയുടെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അർജന്റീനയാണ്. അവിടെയാണ് ഏറ്റവും അധികം കന്നുകാലികളെ വളർത്തുന്ന തെക്കേ അമേരിക്കൻ രാജ്യം ഈ അർജന്റീനയാണ്. ലാറ്റിൻ അമേരിക്കയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് അർജന്റീനയുടെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സ് ആണ്. അതുപോലെ തെക്കേ അമേരിക്കയിലെ മറ്റൊരു രാജ്യമാണ് കൊളംബിയ എന്നറിയപ്പെടുന്നത്. തെക്കേ അമേരിക്കയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്നത് ഈ കൊളംബിയയാണ്. കവാടം എന്നറിയപ്പെടുന്നത് ഈ കൊളംബിയയാണ്. 5 നിറങ്ങളുള്ള നദി അല്ലെങ്കിൽ ദ്രാവക മഴവില്ല് എന്നറിയപ്പെടുന്ന കാനോ ക്രിസ്റ്റലുകളുടെ നാടാണ് കൊളംബിയ. 5 നിറങ്ങളുള്ള നദി അല്ലെങ്കിൽ ദ്രാവക മഴവില്ല് എന്നറിയപ്പെടുന്ന കാനോ ക്രിസ്റ്റലുകളുടെ നാടാണ് എന്ത്? കൊളംബിയ എന്നറിയപ്പെടുന്നത്. മരതകത്തിന്റെ ലോകത്തിലെ പ്രമുഖ ഉറവിടം കൂടിയാണ് കൊളംബിയ എന്ന് പറയുന്നത്. ചിലി തെക്കേ അമേരിക്കയിലെ മറ്റൊരു രാജ്യമാണ്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രാജ്യമാണ്. നീളം കൂടിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ തെക്കേ അമേരിക്കയിലെ ചിലിയാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ രാജ്യമാണത്. തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്ത് ഒരു റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യമാണ് ചിലി എന്ന് പറയുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത്? ചെമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമിയായ അറ്റഗാമ മരുഭൂമി എവിടെയാണുള്ളത്? ചിലിയിലാണുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വരണ്ട മരുഭൂമിയായ അറ്റഗാമ മരുഭൂമി ചിലിയിലാണ് ഉള്ളത്. അതുകൂടാതെ തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് പരഗ്വേയാണ്. സമുദ്രനിരപ്പിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമായ ടിറ്റിക്കാക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലെ രാജ്യമായ ബൊളീവിയയിലാണ്. അതുപോലെ ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചു സ്ഥിതി ചെയ്യുന്ന രാജ്യം പെറു ആണ്. ഏതാണ്? പെറു ആണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാന നഗരമാണ് ക്വിറ്റോ എന്ന് പറയുന്നത്. ഇക്വഡോറിലെ ക്വിറ്റോ എന്ന് പറയുന്നത്. അടുത്ത അന്റാർട്ടിക്കയാണ് തന്നിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ. അന്റാർട്ടിക്ക വലുപ്പത്തിൽ 5ാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക ഉള്ളത്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. സ്ഥിരമായ ജനവാസമില്ല.
അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. ദക്ഷിണ ഗംഗോത്രി (PO) ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രി 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. ഇപ്പോൾ വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ളത് ഏതിനാണ്? അന്റാർട്ടിക്കയ്ക്കാണ് വലുപ്പത്തിൽ 5ാം സ്ഥാനമുള്ളത്. ഭൂമിയിലെ ഏറ്റവും തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. തണുപ്പേറിയതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ്. അവിടുത്തെ പ്രധാന നദിയാണ് ഡാൻടെക്സ്, ചെൻമി ക്രീം, ആഡം സ്ട്രീം എന്നിവയെല്ലാം അന്റാർട്ടിക്കയിലെ പ്രധാന നദികളാണ്. മരുഭൂമിയാണ് അന്റാർട്ടിക്. പോളാർ എന്നിവ അന്റാർട്ടിക്കയിലെ പ്രധാന മരുഭൂമികളാണ്. പർവ്വതങ്ങളാണ് വിൻസെന്റ് മാസിഫ്, മൗണ്ട് ടെറൽ, സിഡ്ലി എന്നിവ അന്റാർട്ടിക്കയിലെ പ്രധാന പർവ്വത നിരകളാണ്. അന്റാർട്ടിക്ക അറിയപ്പെടുന്നത് മരുഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം, രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം, ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ്, അതുപോലെ ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം എന്നെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? ഈ അന്റാർട്ടിക്കയാണ്. കാറ്റ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ വീശുന്ന ഭൂഖണ്ഡവും അതുപോലെ പാമ്പുകൾ ഉൾപ്പെടെയുള്ള ഉരഗങ്ങൾ ഇല്ലാത്ത വൻകരയും ചോദിച്ചാൽ അതും അന്റാർട്ടിക്കയാണ്. പാമ്പ് മാത്രമല്ല, അവിടെ ഉറുമ്പ്, തേനീച്ച അങ്ങനെയുള്ള ജീവികളെയൊന്നും കാണാത്ത വൻകര ചോദിച്ചാലും അത് അന്റാർട്ടിക്ക തന്നെയാണ്. പുൽമേടുകളില്ല, നമ്മൾ പറഞ്ഞ പോലെ അത് തണുത്ത ഭൂഖണ്ഡം, വെളുത്ത ഭൂഖണ്ഡം എന്നെല്ലാം അറിയപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ പച്ചപ്പൊന്നും ഇല്ലാത്തൊരു ഭൂഖണ്ഡം കൂടിയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അവിടുത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് വിൻസെന്റ് മാസിഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുത്തെ നമ്മുടെ പര്യവേഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി എന്നിവ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു അല്ലേ. ഇന്ത്യയുടെ പുറത്ത് നിലവിലുണ്ടായിരുന്ന ഏക തപാൽ ഓഫീസാണ് അന്റാർട്ടിക്കയിലെ ദക്ഷിണ ഗംഗോത്രി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ അന്റാർട്ടിക്ക പര്യവേഷണത്തിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അന്റാർട്ടിക് പര്യവേഷണം സംഘം നയിച്ചത് ഡോക്ടർ ZX കാസിമാണ്. ഇന്ത്യയിലെ ഏത് നഗരത്തിന്റെ പിൻകോഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ പനാജിയിലെ പിൻകോഡ് 403001 എന്ന പിൻകോഡാണ് അവിടെ ഉപയോഗിക്കുന്നത്. അടുത്തത് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് യൂറോപ്പ്. ഏതിന്? അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരകൾക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? യൂറോപ്പാണ്. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ഏത് പർവ്വതനിരയാണ് ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത്? യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത്. ജനസംഖ്യയിൽ 3ാം സ്ഥാനമാണുള്ളത്. യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. അപ്പോൾ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പും, വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൻകര കൂടിയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. എന്താണ് പ്രധാന തൊഴിൽ? മത്സ്യബന്ധനം. സ്കീയിങ് യൂറോപ്പിലെ പ്രധാന വിനോദമാണ്. അതുപോലെ മുന്തിരി കൃഷി, ലണ്ടൻ നഗരം എന്നിവയെല്ലാം യൂറോപ്പിന്റെ പ്രത്യേകതയാണ്. പാതിരാ സൂര്യന്റെ നാട് നോർവേ. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി SK പൊറ്റക്കാടിന്റെ പാതിരാ സൂര്യന്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കാം. അപ്പോൾ ഇതാണ് യൂറോപ്പിനെ കുറിച്ച് തന്നിട്ടുള്ളത്. ഏതിനെ കുറിച്ചാണ്? യൂറോപ്പിനെ കുറിച്ചിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ വലുപ്പത്തിൽ എത്രാം സ്ഥാനമാണുള്ളത് എന്നാണ് പറഞ്ഞത്? 6ാം സ്ഥാനമാണ് യൂറോപ്പിന് ഉള്ളത് എന്ന് പറഞ്ഞു. യൂറോപ്പിലെ പ്രധാന നദികളാണ് എർബ, വോൾഗ, തെംസ്, റൈൻ, ഡാന്യൂബ് എന്നിവ. അതുപോലെ പ്രധാന പർവ്വതമാണ് ആൽപ്സ്, യുറാസ്, കോക്കസ്, കാർപാത്തിയൻ എന്നിവ. പ്രധാന മരുഭൂമികളാണ് അക്കോണ, ബാർഡൻസ്, റൈൻ എന്നിവ. യൂറോപ്പ് വലുപ്പത്തിൽ 6ാം സ്ഥാനം. ജനസംഖ്യയിൽ 3ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. 3 വശങ്ങളും സമുദ്രത്താൽ ചുറ്റപ്പെട്ട വൻകരയാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളുള്ള ഭൂഖണ്ഡമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിന് ഏഷ്യക്കും ഇടയിലാണ് യൂറോപ്പ് സ്ഥിതി ചെയ്യുന്നത്. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ് എന്ന് പറയുന്നത്. പെനിൻസുലയുടെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന പർവ്വതമാണ് എൽബ്രൂസ് പർവ്വതം. യൂറോപ്പിലെ ഏറ്റവും നീളമേറിയ നദിയാണ് വോൾഗ നദി. യൂറോപ്പിലെ ഏറ്റവും ദൈർഘ്യമേറിയ രണ്ടാമത്തെ നദിയാണ്
ഡാന്യൂബ് എന്ന് പറയുന്നത് ഏതാണ്? ഡാന്യൂബ് എന്ന് പറയുന്നത് ഏഷ്യ, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളുടെ അതിർത്തിയായി വർത്തിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ പർവ്വതനിര. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ബ്രിട്ടൻ. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നറിയപ്പെടുന്നതാണ് ബ്രിട്ടൻ. വ്യാവസായിക വിപ്ലവം ആരംഭിച്ച രാജ്യമാണ് ബ്രിട്ടൻ. ബ്രിട്ടന്റെ കോളനിയായിരുന്ന ഇന്ന് സ്വതന്ത്രമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആ കോമൺവെൽത്തിൽ അംഗമാണ് അല്ലേ. ലോകത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ ഭൂഗർഭ തുരങ്കമുള്ളത് ഇംഗ്ലണ്ടിലാണ്. ഏതാണ് ആ തുരങ്കം എന്ന് ചോദിച്ചാൽ ചാനൽ ടണലാണ്. ചാനൽ ടണൽ. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ഇംഗ്ലണ്ടിലൂടെയാണ്. അപ്പോൾ ഗ്രീനിച്ച് രേഖ യൂറോപ്പിലൂടെ ഇംഗ്ലണ്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ തന്നെയാണ് ഏറ്റവും വലിയ ലൈബ്രറി ഉള്ളതും. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബ്രിട്ടീഷ് പാർലമെൻറ്റാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജ്ഞിയാണ് ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി. അടുത്തത് ഫ്രാൻസ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിക്കാൻ ബ്രിട്ടനും വന്നിട്ടുണ്ട്. അതുപോലെ കച്ചവടത്തിനായിട്ട് ബ്രിട്ടനും ഫ്രാൻസും വന്നിട്ടുണ്ട് അല്ലേ. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഏത് എന്ന് പറയുന്നത്? ഫ്രാൻസ്. അപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ രാജ്യം ഫ്രാൻസ് ആണ്. ലോകത്തെ ഏറ്റവും അധികം സമയമേഖലകളുള്ള രാജ്യം കൂടിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. പ്രകാശത്തിൻ്റെ നഗരം എന്നാണ് ഫ്രാൻസ് അറിയപ്പെടുന്നത്. അവിടുത്തെ ദേശീയ മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ. ഫ്രാൻസിനെയും ഇറ്റലിയെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് ആൽപ്സ് പർവ്വതനിര. ഏതാണ്? ആൽപ്സ് പർവ്വതനിര. ഫ്രാൻസിനെയും സ്പെയിനിനെയും വേർതിരിക്കുന്ന പർവ്വതനിരയാണ് പൈറനീസ് പർവ്വതനിര എന്ന് പറയുന്നത്. പൈറനീസ് പർവ്വതനിര എന്ന് പറയുന്നത് കടലിനടിയിലൂടെ ഇംഗ്ലണ്ടിനെയും ഫ്രാൻസിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണ് ചാനൽ ടണൽ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ടണൽ ഏതാണെന്ന് നമ്മൾ പറഞ്ഞത്? ചാനൽ ടണലാണെന്ന് പറഞ്ഞു അല്ലേ. അത് എവിടെയെന്നാണ് നമ്മൾ പറഞ്ഞത്? ഇംഗ്ലണ്ടിലാണെന്ന് പറഞ്ഞു. അടുത്തത് ജർമ്മനി. കവികളുടെയും ചിന്തകരുടെയും നാട് എന്നാണ് ജർമ്മനി അറിയപ്പെടുന്നത്. യൂറോപ്യൻ യൂണിയനിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ജർമ്മനിയുടേതാണ്. മതനവീകരണത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ജർമ്മനി. ഇറ്റലി. നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. യൂറോപ്പിലെ സജീവമായ 3 അഗ്നിപർവ്വതങ്ങളും സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഏറ്റവും കൂടുതൽ ലോക പൈതൃക സ്മാരകങ്ങളുള്ള രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അതുപോലെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളാണ് ഗ്രീസ്. ഒളിമ്പിക്സ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം കൂടിയാണ് ഗ്രീസ് എന്ന് പറയുന്നത്. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഉക്രൈൻ. യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? ഉക്രൈൻ ആണ്. ഏറ്റവും കുറച്ച് അതിർത്തിയുള്ള രാജ്യമാണ് വത്തിക്കാൻ. യൂറോപ്പിലെ ഏറ്റവും ചെറിയ രാജ്യവും കുറച്ച് അതിർത്തിയുള്ള രാജ്യമൊക്കെ ചോദിക്കുകയെന്ന് പറഞ്ഞാൽ അത് വത്തിക്കാൻ സിറ്റിയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ നദി എന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബ്രസൽസ് ആണ്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം. അടുത്തത് ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാന എന്ന പേരിലും അറിയപ്പെടുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ വൻകര ദ്വീപ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാലാണ് അങ്ങനെ അറിയപ്പെടുന്നത്. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചി മൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. ധാരാളമായി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്നല്ല. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. ദ്വീപുകൾ. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. അപ്പോൾ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗമാണ് ഏത്? കങ്കാരു എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു എന്ന ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് വേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞു. ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള ഭൂഖണ്ഡം കൂടിയാണ് ഓസ്ട്രേലിയ. രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം ഏതാണ്? അത് അന്റാർട്ടിക്കയാണ്.
കങ്കാരുവിൻ്റെ നാട്, സ്വർണ്ണ കമ്പിളികളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നു. ഓഷ്യാന എന്നറിയപ്പെടുന്ന വൻകരയും ഏതാണ്? ഓസ്ട്രേലിയയാണ്. ലോകത്തിലെ 6ാമത്തെ വലിയ രാജ്യമാണ് ഓസ്ട്രേലിയ എന്നറിയപ്പെടുന്നത്. ഭൂഖണ്ഡത്തിൻ്റെ അതേ പേരിൽ അറിയപ്പെടുന്ന രാജ്യം കൂടിയാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ദക്ഷിണായന രേഖ. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം കാൻബറയാണ്. യൂക്കാലിപ്സിൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലാണ്. അവിടുത്തെ ഏറ്റവും വലിയ മരുഭൂമിയാണ് ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി എന്ന് പറയുന്നത്. ഗ്രേറ്റ് വിക്ടോറിയ മരുഭൂമി എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കോസിസ്കോ എന്ന് പറയുന്നത്. കോസിസ്കോ എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ഫോസിൽ ഇന്ധനം കണ്ടെത്തിയത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രേലിയയിൽ വെച്ചിട്ടാണ്. സൂര്യോദയം കാണുന്ന ആദ്യ രാജ്യമാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിലെ ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയ എഡ്മണ്ട് ഹിലരി ന്യൂസിലൻഡുകാരനാണ്. സാർവത്രിക വോട്ടവകാശമുള്ള ആദ്യ രാജ്യമാണ് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും നല്ല ശുദ്ധജല തടാകമായ നെൽസൺസ് ബ്ലൂ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് ന്യൂസിലാൻഡിലാണ്. അപ്പോൾ കടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഗികമായി കരകളാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗങ്ങളാണ് കടലുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ഒരു ഭാഗം കൂടി നോക്കാണ്ട് എന്താണ് പറഞ്ഞാൽ സമുദ്രങ്ങളെക്കുറിച്ചും കൂടി നോക്കി പറഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് സ്കൂൾ ടെക്സ്റ്റിൽ വളരെ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് എക്സ്ട്രാ വെളിയിൽ നിന്ന് എടുത്തിട്ടും കൂടി ആവുന്നതുകൊണ്ടാണ് ഈ ക്ലാസ് ഇങ്ങനെ നീണ്ടു പോകുന്നത്. അടുത്ത ക്ലാസ്സോടെ നമ്മുടെ ഈ ടോപ്പിക്ക് ഫുള്ളായി തീരുന്നതായിരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ ബൈ.